വിവരങ്ങൾ നൽകാനായി നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് അസ്ലം, ജംഷീർ കൊടിഞ്ഞി, സെയ്ഫ് സെയിൻ ലാബ്ദീൻ, ഷബീർ ഒമർ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. അസ്ലം, ഏതായാലും വോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. നിലമ്പൂർ ആർക്കൊപ്പമാണ് എന്നുള്ള അന്തിമ തീരുമാനം നമുക്കറിയാനായി. പക്ഷേ ഈ പോളിംഗ് ശതമാനമൊക്കെ അന്തിമ കണക്കൊക്കെ വന്ന സ്ഥിതിക്ക് മുന്നണികളൊക്കെ കൂട്ടലും പിഴിക്കലും തുടങ്ങി കാണുമല്ലോ. എന്താണ് UDF ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണം? UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞതിൽ ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഒരു റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 12,000 മുതൽ ബൂത്ത് തരത്തിലുള്ള കണക്കുകൾ അവർ പരിശോധിക്കുമ്പോൾ 12,000 മുതൽ 20,000 വരെ ഉള്ള വോട്ടുകൾക്ക് വിജയിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ അവർ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവർ മനസ്സിലാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻതൂക്കം വരുന്ന പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് വഴിക്കടവും മൂത്തേടവുമാണ്. വഴിക്കടവ് 3000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ആ പഞ്ചായത്തിൽ മാത്രം ലഭിക്കുന്നു. വഴിക്കടവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം എണ്ണുന്ന പഞ്ചായത്താണ്. ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് കഴിയും എന്ന് പറഞ്ഞാൽ UDFിൻ്റെ ഈ അവകാശവാദം ശരിയാണോ എന്നറിയാൻ ആദ്യത്തെ 2 റൗണ്ട് മാത്രമല്ലേ, ഒന്നാമത്തെ റൗണ്ട് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2 റൗണ്ട് കഴിഞ്ഞു, വഴിക്കടവ് പൂർത്തിയാകുമ്പോൾ ഈ പറയുന്ന 3000-ൽ ഭൂരിപക്ഷം UDFിന് ലഭിക്കുന്നുണ്ടെങ്കിൽ UDFിൻ്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് മനസ്സിലാവും. ആ രീതിയിലാണ് അവരുടെ കണക്കൂട്ടൽ. 2 മൂത്തേടം പഞ്ചായത്താണ്. മൂത്തേടം എന്ന് പറയുന്നത് UDFിൻ്റെ ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ LDF ജയിക്കുമ്പോഴും, അതായത് UDF തോറ്റപ്പോൾ പോലും 2000-ഓളം 1800-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയ പഞ്ചായത്താണ്. അവിടെ 2500 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷമാണ് അവർ കണക്കാക്കുന്നത്. അതിന് മുകളിൽ പോകാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. മറ്റൊന്ന് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി നിലവിൽ ഇടത് ഭരിക്കുന്നു മാത്രമല്ല, കഴിഞ്ഞ LDF ഭൂരിപക്ഷം നൽകിയ സ്ഥലമാണ് മുനിസിപ്പാലിറ്റി. അവിടെ 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പോത്തുകല്ലാണ്, എം സ്വരാജിൻ്റെ സ്വന്തം അല്ലെങ്കിൽ ജന്മനാടായ പോത്തുകല്ലിലും 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുന്നു. പിന്നെ എടക്കരയും അതോടൊപ്പം തന്നെ ചുങ്കത്തറയും 1000 വോട്ടുകളും, അമരമ്പലം, കരളായി തുടങ്ങിയവയിൽ 500 വോട്ടുകളുടെ ഭൂരിപക്ഷം. അങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം 12,000, തുടർന്ന് അങ്ങോട്ട് 20,000. അത് ചിലപ്പോൾ ഭരണവിരുദ്ധ വികാരം വളരെ സജീവമായി വന്നിട്ടുണ്ടെങ്കിൽ 20,000-ന് മുകളിലേക്കും ഭൂരിപക്ഷം പോകാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 2 കാര്യങ്ങളാണ് അവരൊന്ന് ഇത് കണക്കെടുത്തിരിക്കുന്നത്. ഒന്ന്, കൃത്യമായി തന്നെ ബൂത്തുകളിൽ നിന്നുള്ള UDFിൻ്റെ ഏജന്റുമാരുടെ കണക്കുകളാണ് ഒന്ന്. 2, അൻവറിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ പരിശോധിച്ചപ്പോൾ അൻവറിൻ്റെ എഫക്റ്റ് ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം വലിയ തോതിൽ പ്രചരണത്തിലേക്ക് പോയെങ്കിലും ഏറ്റവും അവസാന ദിവസങ്ങളിൽ പലതെന്നല്ല ഏറെക്കുറെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും പോളിംഗ് ഏജന്റുമാരോ അല്ലെങ്കിൽ ബൂത്ത് ഏജന്റുമാരോ ഇല്ലാത്തതുകൊണ്ട് തന്നെ അൻവറിന് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ച പലരും UDFിലേക്കോ LDFിലേക്കോ മാറി എന്നാണ് അവർ കരുതുന്നത്. മാത്രമല്ല, വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് LDFിന് കഴിഞ്ഞ തവണ PV അൻവറിലൂടെ LDFിലേക്ക് പോയ UDFിലെ അസംതൃപ്തിയുടെ വോട്ടുകൾ മാത്രമായിരിക്കും. അത് PV അൻവർ പിടിച്ചു മാറ്റുന്നതോടുകൂടി പോരാട്ടം UDF ആവുന്നതോടുകൂടി LDFുമായിട്ടുള്ളൊരു ഗ്യാപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് അവർ കരുതുന്നത്. അതായത് ഭൂരിപക്ഷം UDFിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിൽ PV അൻവറിൻ്റെ എഫക്റ്റ് വരുമെന്നുള്ള രീതിയിലാണ് വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, PV അൻവർ അവരുടെ കോട്ടകളിൽ നിന്നും വോട്ട് ചോർത്താൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ തോതിൽ UDF വോട്ടുകൾ പോൾ ചെയ്യാൻ അവർ ശ്രമിച്ചു. അതും ഗുണകരമായി എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ 3 മണിക്ക് ശേഷം മഴ ഉണ്ടാവാൻ സാധ്യത പറഞ്ഞുകൊണ്ട് തന്നെ 3 മണിയോടുകൂടി തന്നെ പരമാവധി UDFിൻ്റെ കോട്ടകളിൽ വോട്ടുകൾ ചേർക്കാൻ അല്ലെങ്കിൽ വോട്ടുകൾ ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഏകദേശം 4 മണിയോടുകൂടി തന്നെ ഏറെക്കുറെ നല്ല ശതമാനം പോളിംഗും കഴിഞ്ഞു. ഒരുപക്ഷെ അവസാന മണിക്കൂറുകൾ നമ്മൾ തന്നെ ദൃശ്യങ്ങൾ കണ്ടതാണ്. പല സ്ഥലത്തും പോളിംഗ് സ്റ്റേഷനുകളിൽ ആളുകൾ ഇല്ലാത്ത സാഹചര്യം. ഇപ്പോൾ 75% എത്തി നിൽക്കുന്നു പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ അതേ ഏറെക്കുറെ ഒരു ശതമാനത്തിൻ്റെ മാത്രം വ്യത്യാസത്തിൽ ഏറെക്കുറെ അതേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് പോലും അവസാന മണിക്കൂറുകൾ ആളില്ലാത്തതിന് കാരണം UDF കൂടി LDF നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ചെയ്യിപ്പിക്കുന്ന ക്യാമ്പാണ്. അത് UDF ക്യാമ്പ് കൂടി അത്തരത്തിൽ ചെയ്തതോടുകൂടിയാണ് ആ അർത്ഥത്തിലൊരു പോളിംഗിലേക്ക് വന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസമുണ്ട്. ഭരണവിരുദ്ധ വികാരമാണ് ഒന്നാമത്തെ കാര്യം, അത് വോട്ടായി മാറിയെന്നൊരു കരുതുന്നു. 2, UDFിൻ്റെ കെട്ടുറപ്പോടുകൂടിയുള്ള പ്രവർത്തനം. ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാത്ത രീതിയിൽ നിലമ്പൂരിൽ പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായി എന്നുകൊണ്ട് ഇതൊരു ഉപതെരഞ്ഞെടുപ്പോ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന മത്സരം എന്നതിനപ്പുറത്തേക്ക് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനൽ, അതിലേക്ക് ആത്മവിശ്വാസത്തോടെ പോകാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ UDF കയ്യും മെയ്യും മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയോടുകൂടിയാണ് ഇത്തരം ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിയത്. എന്തായാലും നമ്മൾ മുസ്ലിം ലീഗ് നേതാക്കളുമായും UDFിൻ്റെ മറ്റ് കോൺഗ്രസ് നേതാക്കളുമായും UDF നേതൃത്വവുമായിട്ടൊക്കെ തന്നെ നമ്മൾ ചർച്ചകൾ സംസാരിച്ചപ്പോഴും ഏകദേശം ഇതേ ഫീലാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. എന്തായാലും 12,000 മുതൽ 20,000-നിടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ വളരെ മികച്ച കംഫർട്ടബിളായ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്.